Good morning, everyone. So today we are going to start the new subject, that is operations management in your sixth semester. So in this particular subject, we are going to see in detail what you mean by operations and what are the factors in operations, features, like that. So in this video, we are mainly focusing on an introduction to this particular topic, that is operations management and introduction. So we all know that the computerization and the IT revolution has changed a lot the business activities. അപ്പോൾ ഒരു ഓർഗനൈസേഷൻ്റെ എല്ലാ മേഖലയിലും അല്ലെങ്കിൽ ഒരു ബിസിനസ്സിൻ്റെ എല്ലാ മേഖലയിലും ഈ കമ്പ്യൂട്ടറൈസേഷനും IT റെവല്യൂഷനും ഒക്കെ ഒരുപാട് മാറ്റങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ട്. ഒരുപാട് മാറ്റങ്ങൾ. സോ ഫാസ്റ്റ് ചേഞ്ചസ് ഇൻ വേസ് ദാറ്റ് ഓർഗനൈസേഷൻസ് മാനേജ് ദെയർ ഓപ്പറേഷൻസ്. അപ്പോൾ ഒരു കമ്പനിയിലുള്ള ആക്ടിവിറ്റീസ് ഓപ്പറേഷൻസ് മാനേജ് ചെയ്യുന്നതിൽ ഒരുപാട് മാറ്റങ്ങൾ ഈ അടുത്ത കാലത്ത് ഒരുപാട് ഉണ്ടായിട്ടുണ്ട് ബിക്കോസ് ഓഫ് ദി കമ്പ്യൂട്ടറൈസേഷൻ ആൻഡ് IT റെവല്യൂഷൻ. അപ്പോൾ ഈ ഓപ്പറേഷൻസ് എന്നുള്ള ടേം എന്താണെന്നുള്ളത് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ നോക്കും. അപ്പോൾ ഇത്തരത്തിലുള്ള കമ്പ്യൂട്ടറൈസേഷനും IT റെവല്യൂഷനും ഒക്കെ വന്നതോടുകൂടി തന്നെ ദ കൺസ്യൂമേഴ്സ് എക്സ്പെക്റ്റേഷൻ ഹാസ് റൈസൺ. അവരുടെ ഈ ഒരു കൺസ്യൂമർ എക്സ്പെക്റ്റേഷൻ ഏത് രീതിയിലാണ് കൂടുതലായിട്ട് മാറിയിട്ടുള്ളത്? ദ കൺസ്യൂമർ എക്സ്പെക്റ്റേഷൻസ് അബൌട്ട് ദ ക്വിക്ക് റെസ്പോൺസ് ആൻഡ് ഹൈ ക്വാളിറ്റി ഗുഡ്സ് ഹാവ് റൈസൺ ഇൻ ദ റീസെൻറ്റ് ഇയേഴ്സ്. വി നോ ദാറ്റ് വി ഓൾ ആർ പർച്ചേസിങ് ഇൻ ആമസോൺ, ഫ്ലിപ്കാർട്ട്, സ്നാപ്ഡീൽ, ഇങ്ങനെയുള്ള പല കാര്യങ്ങളും നമ്മൾ യൂസ് ചെയ്യാറുണ്ട്. ഇതിലൊക്കെ നമ്മൾ പർച്ചേസ് ചെയ്യുമ്പോൾ നമ്മൾ മെയിനായിട്ടും ശ്രദ്ധിക്കാറുള്ളത്, ഓഫ് കോഴ്സ് വി ആർ ഓൾവേസ് ലുക്കിംഗ് ഓൺ ടു ദി പ്രൈസ് ഫാക്ടർ. എന്നാലും നമ്മൾ കൂടുതലായിട്ടും എന്താണ്, പെട്ടെന്ന് ക്വിക്ക് റെസ്പോൺസ് ആൻഡ് ഹൈ ക്വാളിറ്റി ഗുഡ്സ് എവിടെ നിന്നാണ്, ഏത് ആപ്പിൽ നിന്നാണ് നമുക്ക് കിട്ടുന്നത്, അല്ലെങ്കിൽ ഏത് പ്രൊഡ്യൂസറിൽ നിന്നാണ് നമുക്ക് കിട്ടുന്നത്, ഇതാണ് നമ്മൾ പ്രധാനമായിട്ടും ശ്രദ്ധിക്കാറുള്ളത്. സോ ദ കൺസ്യൂമർ എക്സ്പെക്റ്റേഷൻ റിഗാർഡിംഗ് ദിസ് ക്വിക്ക് റെസ്പോൺസ് ആൻഡ് ഹൈ ക്വാളിറ്റി ഗുഡ്സ് അത് വളരെയധികം കൂടിയിട്ടുണ്ട് ഈ ഒരു അടുത്ത കാലഘട്ടത്തിലായിട്ട്. അപ്പോൾ ഒരു കമ്പനിയെ സംബന്ധിച്ചിടത്തോളം, ഇൻ ഓർഡർ ടു ഹാവ് എ കോമ്പറ്റീറ്റീവ് എഡ്ജ് ഓവർ ദി അതേഴ്സ്, ദേ നീഡ് ടു ഗീവ് ഗുഡ് ക്വാളിറ്റി പ്രോഡക്ട്സ് ആൻഡ് ഇൻ എ ക്വിക്ക് ടൈം അറ്റ് എ റീസണബിൾ പ്രൈസ്. സോ ഇതെല്ലാം സാധ്യമാകണമെങ്കിൽ ദ കമ്പനി വാണ്ട് ടു ഫോക്കസ് ഓൺ ദെയർ ഓപ്പറേഷൻസ്. ഈ ഓപ്പറേഷൻസിന് ഫോക്കസ് ചെയ്താൽ മാത്രമേ ഇത്തരത്തിലുള്ള ക്വിക്ക് റെസ്പോൺസിൽ, ഹൈ ക്വാളിറ്റിയിൽ, റീസണബിൾ പ്രൈസിൽ ഒരു പ്രൊഡക്റ്റ് മാർക്കറ്റിലേക്ക് എത്തിക്കാൻ അവർക്ക് സാധിക്കുകയുള്ളൂ. സോ ദ ബെറ്റർ മാനേജ്മെൻറ്റ് ഓഫ് കമ്പനീസ് ഓപ്പറേഷൻസ്, ഈ ഓപ്പറേഷൻസ് ബെറ്ററായിട്ട് മാനേജ് ചെയ്തിട്ടുണ്ടെങ്കിൽ മാത്രമേ ദ കമ്പനി ക്യാൻ ഹാവ് എ വാല്യൂ ആൻഡ് ദ കമ്പനി ക്യാൻ ഹാവ് an additional value or the company can have a competitive edge over the others. അങ്ങനെ ഒരു ബെറ്റർ മാനേജ്മെൻറ്റ് ഓഫ് ഹിസ് ഓപ്പറേഷൻ ഈസ് വെരി ഇമ്പോർട്ടൻറ്റ് ബിക്കോസ് ദ മാനുഫാക്ചറിങ്, സർവീസ് ആൻഡ് അഗ്രികൾച്ചർ ആർ ദ മെയിൻ സെക്ടേഴ്സ് in our country. Among that, the manufacturing and service is totally covering 75% of the GDP in India. അപ്പോൾ ഈ മാനുഫാക്ചറിങ് സർവീസും അത്ര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഏരിയയാണ്. ഇത് പ്രധാനമായിട്ടും പറയുന്നത് എന്തിനാണ്? ഇൻപുട്ടുകൾ ഔട്ട്പുട്ട് ആവുന്നതിനെ കുറിച്ചിട്ടാണ് മാനുഫാക്ചറിങ് സർവീസും സംസാരിക്കുന്നത്. ദ ഇൻപുട്സ് ആർ കൺവേർട്ടഡ് ഇൻ ടു ഔട്ട്പുട്ട്സ്. അപ്പോൾ ഈ ഓപ്പറേഷൻസും എന്താണ് ഇതും എന്നുള്ള ഒരു കണക്ഷൻ നമുക്ക് വരുന്ന സ്ലൈഡുകളിൽ മനസ്സിലാവും. ബിക്കോസ് ഈ മാനുഫാക്ചറിങ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ് ബിക്കോസ് വി നോ ദാറ്റ് ഇൻ ടേംസ് ഓഫ് സൈസ് ഇന്ത്യ ഈസ് വെരി സ്മോൾ ടു കമ്പയറിങ് ടു ചൈന. പക്ഷേ ഒരു മാനുഫാക്ചറിങ് ബേസ് എന്നുള്ള രീതിയിൽ ഇന്ത്യ ഈസ് ക്ലോസ്ലി കോമ്പീറ്റിംഗ് വിത്ത് ചൈന. അപ്പോൾ ഈ മാനുഫാക്ചറിങ് ഇൻപുട്ടുകൾ ഔട്ട്പുട്ടുകളായി മാറുന്ന ഒരു പ്രോസസ് ചേഞ്ച്, അത്തരത്തിലുള്ള ഒരു ആക്ടിവിറ്റിയിൽ ഇന്ത്യ ഈസ് ഫോക്കസിങ് മോർ ആൻഡ് മോർ. സോ ബിക്കോസ് വി നോ ദാറ്റ് ഇന്ത്യ ഈസ് ഹാവിങ് എ ഗുഡ് ഹ്യൂമൻ റിസോഴ്സ് ആൻഡ് ടെക്നിക്കൽ നോ ഹൗ. നമുക്ക് ഏറ്റവും കൂടുതലുള്ളത് എന്താണ്? ഹ്യൂമൻ റിസോഴ്സ് ധാരാളമുണ്ട്. അതേപോലെ തന്നെ നമ്മളുടെ ടെക്നിക്കൽ നോ ഹൗ അത് നമുക്ക് എല്ലാവർക്കും വളരെ അറിയുന്ന സംഗതിയാണ്. ബിക്കോസ് നമ്മളൊരു ഡെവലപ്ഡ് നേഷൻസ് ലൈക്ക് US ഒക്കെ നോക്കുകയാണെങ്കിൽ തന്നെ അവരുടെയൊക്കെ കമ്പനികളിലെ ടോപ്പ് പൊസിഷൻസിലുള്ളതൊക്കെ ഇന്ത്യക്കാർ തന്നെയായിരിക്കും. ബിക്കോസ് വി ഹാവ് ദ ടെക്നിക്കൽ സ്കിൽ, വി ഹാവ് ദ ടെക്നിക്കൽ നോ ഹൗ, ആൻഡ് ഇഫ് വി ക്യാൻ കൺവേർട്ട് ഇറ്റ് ഇൻ അവർ കൺട്രി ഇറ്റ് സെൽഫ്, ദെൻ there will be great development in our country. So the scale of operations directly influence the cost of a product. So operations must be done in a wise way. അപ്പോൾ ഒരു പ്രൊഡക്റ്റ് മിനിമം കോസ്റ്റിൽ, മിനിമം എഫേർട്ടിൽ ആൾക്കാരിലേക്ക് എത്തിക്കാൻ നമുക്ക് ഏറ്റവും അധികം സഹായകരമാകുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഓപ്പറേഷൻസിനെ, ഒരു കമ്പനിയിലെ ഓപ്പറേഷൻസ് നന്നായിട്ട് മാനേജ് ചെയ്യുക എന്നുള്ളതാണ്. ബിക്കോസ് ഓപ്പറേഷൻസ് മാനേജ്മെൻറ്റ് ഈസ് ദ മെയിൻ ഡ്രൈവിംഗ് ഫോഴ്സ് ഫോർ ബെറ്റർ ബിസിനസ് പ്രാക്ടീസസ് ഇൻ എ കമ്പനി. ഒരു കമ്പനിയിലെ ബെറ്റർ ബിസിനസ് പ്രാക്ടീസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു മെയിൻ ഡ്രൈവിംഗ് ഫോഴ്സാണ് ഈ ഓപ്പറേഷൻസ് മാനേജ്മെൻറ്റ് എന്ന് പറയുന്നത്. ആ ഓപ്പറേഷൻസ് പ്രോപ്പറായിട്ട് മാനേജ് ചെയ്യുക, പുതിയ ബിസിനസ് പ്രാക്ടീസസൊക്കെ ഇംപ്ലിമെൻറ്റ് ചെയ്ത കമ്പനിയിലെ ഓപ്പറേഷൻസിനെ
നമ്മൾ പൂർണ്ണമായിട്ടും എപ്പോഴും അപ്ഡേറ്റഡ് ആക്കി വെക്കുക എന്നുള്ളത്. സോ ഓപ്പറേഷൻസ് മാനേജ്മെൻറ്റ് ഹെൽപ്സ് ടു അച്ചീവ് ദ ഗോൾസ് വിത്ത് മിനിമം എഫേർട്ട്. അപ്പോൾ കോസ്റ്റ് റെഡ്യൂസ് ചെയ്ത് മിനിമം എഫേർട്ടിൽ ഒരു കമ്പനിയുടെ ഗോളുകൾ അച്ചീവ് ചെയ്യാൻ സഹായിക്കുന്ന ഏറ്റവും ക്രൂഷ്യൽ പാർട്ടാണ് ഓപ്പറേഷൻസ് മാനേജ്മെൻറ്റ് ചെയ്യുന്നത് എന്നുള്ളത് മനസ്സിലാക്കുക. സോ ഓപ്പറേഷൻസ് മാനേജ്മെൻറ്റ് വിത്ത് മിനിമം എഫേർട്ട് ആൻഡ് മിനിമം കോസ്റ്റ് ഇറ്റ് ഈസ് ട്രൈയിങ് ടു അച്ചീവ് ദ ഗോൾസ് ഓഫ് എൻ ഓർഗനൈസേഷൻ. So operations management is considered as important factor for the economic growth as well. അപ്പോൾ നമുക്ക് എന്താണ് ഓപ്പറേഷൻസ് മാനേജ്മെൻറ്റ് എന്നുള്ളത് ഒന്നും കൂടി ഡീറ്റെയിൽ ആയിട്ട് അതിൻ്റെ മീനിങ് നോക്കാം. ഇറ്റ് ഈസ് കംപ്രൈസിങ് ഓഫ് 2 വേർഡ്സ്, ഓപ്പറേഷൻസ് ആൻഡ് മാനേജ്മെൻറ്റ്. അപ്പോൾ എന്താണ് ഓപ്പറേഷൻസ്? ഈ ഓപ്പറേഷൻസിനെ മാനേജ് ചെയ്യുന്ന പരിപാടിയാണല്ലോ ഓപ്പറേഷൻസ് മാനേജ്മെൻറ്റ്. അപ്പോൾ ഓപ്പറേഷൻസ് എന്താണെന്നുള്ളത് നമുക്ക് ആദ്യം നോക്കാം. ബിക്കോസ് we know that the effective management of operations in a company will leads to have a competitive advantage to a firm ഓവർ ദി അതേഴ്സ്. അപ്പോൾ അത്രയും ഇമ്പോർട്ടൻ്റ് ആണ് ഈ ഓപ്പറേഷൻസ് എന്ന് പറയുന്നത്. അപ്പോൾ ഓപ്പറേഷൻസ് ഈസ് കൺസേൺഡ് വിത്ത് ട്രാൻസ്ഫോർമേഷൻ ഓഫ് ഇൻപുട്സ് ഇൻ ടു റിക്വയർഡ് ഔട്ട്പുട്ട്. ഇൻപുട്ടുകൾ ട്രാൻസ്ഫോർമേഷൻ നടക്കുകയാണ്. ദ ഇൻപുട്സ് ആർ ട്രാൻസ്ഫോംഡ് ഇൻ ടു ദ റിക്വയർഡ് ഔട്ട്പുട്ട്സ്. നമുക്ക് ആവശ്യമായിട്ട്, ഒരു കമ്പനിക്ക് ആവശ്യമായിട്ട്, മാർക്കറ്റിന് ആവശ്യമായിട്ടുള്ള അത്രയും ഔട്ട്പുട്ടുകളിലേക്ക് എത്തിക്കുകയാണ്. സോ ദ കമ്പനി ഈസ് ആക്ച്വലി through these operations they are transforming those inputs into required outputs. അപ്പം അതെന്താ, പ്രൊഡക്ഷനിൽ തന്നെയല്ലേ അത്. അപ്പോൾ എന്താണ് ഓപ്പറേഷൻസും പ്രൊഡക്ഷനും തമ്മിലുള്ള വ്യത്യാസം? അതൊരു കുറച്ചും കൂടി ഓപ്പറേഷൻസ് കുറച്ചും കൂടി ഒരു വൈഡർ ആസ്പെക്റ്റ് ആണെന്ന് മാത്രം. അതെന്താണെന്നുള്ളത് നമുക്ക് ക്ലിയർ ആയിട്ട് കാണാം. ഇത് ട്രാൻസ്ഫോം ചെയ്യുകയാണ്. ഇൻപുട്ടുകൾ ഔട്ട്പുട്ടുകളായിട്ട് രൂപാന്തരീകരണം സംഭവിക്കുന്നു, ട്രാൻസ്ഫോർമേഷൻ സംഭവിക്കുന്നു എന്നുള്ളത്. സോ മാനേജ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം അതൊരു കണ്ടിന്യൂസ് പ്രോസസ്സാണ്. ആ കണ്ടിന്യൂസ് പ്രോസസ്സിൽ എന്താ സംഭവിക്കുന്നത്? ഇറ്റ് കമ്പൈൻസ് ആൻഡ് ട്രാൻസ്ഫോംസ് വേരിയസ് റിസോഴ്സസ്. ഇറ്റ് കമ്പൈൻസ് ആൻഡ് ട്രാൻസ്ഫോംസ് ദിസ് വേരിയസ് റിസോഴ്സസ് ആൻഡ് യൂസ്ഡ് ഇൻ ദ ഓപ്പറേഷൻ സിസ്റ്റം ഇൻ ടു വാല്യൂ ആഡഡ് ഔട്ട്പുട്ട്സ് ഓർ സർവീസസ്. It combines and transforms various resources used in operation system into value added services. ഇപ്പോൾ ഓപ്പറേഷൻസ് മാനേജ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഇറ്റ് ഈസ് കൺസേൺഡ് വിത്ത് ദ പ്രൊഡക്ഷൻ ഓഫ് ക്വാളിറ്റി ഗുഡ്സ് ആൻഡ് സർവീസസ് ആൻഡ് എൻഷുവേഴ്സ് ദാറ്റ് ദ ബിസിനസ് ഓപ്പറേഷൻസ് ആർ പെർഫോംഡ് സ്മൂത്ത്ലി, ഇഫക്റ്റീവ്ലി ആൻഡ് എഫിഷ്യൻ്റ്ലി. അപ്പോൾ ഇതിൽ പ്രധാനമായിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം ഇത്രയേ ഉള്ളൂ. ഈ ഓപ്പറേഷൻസ് മാനേജ്മെൻറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവർ ഫോക്കസ് ചെയ്യുന്നത് ക്വാളിറ്റി ഗുഡ്സ് ആൻഡ് സർവീസ് പ്രൊഡ്യൂസ് ചെയ്യുക. ക്വാളിറ്റി ഗുഡ്സ് ആൻഡ് നമ്മുടെ കയ്യിലുള്ള ഇൻപുട്സ് വെച്ചിട്ട് അതിനെ ട്രാൻസ്ഫോർമേഷൻ നടത്തി ക്വാളിറ്റി ഗുഡ്സ് ആൻഡ് സർവീസസ് പ്രൊഡ്യൂസ് ചെയ്യുക. അതിനോടൊപ്പം തന്നെ ദേ ആർ എൻഷുറിങ് വൺ മോർ തിങ്, ദേ ആർ എൻഷുറിങ് ദാറ്റ് ഓൾ ദ ബിസിനസ് ഓപ്പറേഷൻസ് പെർഫോംഡ് ഇൻ ദ കമ്പനി ആർ ഇൻ എ സ്മൂത്ത്, എഫിഷ്യൻറ്റ് ആൻഡ് ഇൻ എൻ എഫക്റ്റീവ് മാനർ. ഒരു കമ്പനിയിൽ നടക്കുന്ന എല്ലാ ബിസിനസ് ഓപ്പറേഷൻസും എല്ലാ ആക്ടിവിറ്റീസും സ്മൂത്തായിട്ടും എഫിഷ്യൻ്റായിട്ടും ഇഫക്റ്റീവായിട്ടും നടക്കുന്നത് എന്നുള്ളത് മോണിറ്റർ ചെയ്യുക എന്നുള്ളതാണ് ഓപ്പറേഷൻസ് മാനേജ്മെൻറ്റിൻ്റെ പ്രധാന ജോലി. ആൻഡ് ടു എൻഷുവർ ദാറ്റ് ക്വാളിറ്റി പ്രോഡക്ട്സ് ആൻഡ് ഗുഡ്സ് ആൻഡ് സർവീസസ് ആർ പ്രൊഡ്യൂസ്ഡ്. അപ്പോൾ നമ്മൾ നേരത്തെ കണ്ട പോലെ തന്നെയാണ് മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ഡിസിപ്ലിൻ ഇൻ എനി ഓർഗനൈസേഷൻ ഈസ് ടു ഹാവ് എ കോമ്പറ്റേറ്റീവ് അഡ്വാൻറ്റേജ് ഓവർ ദി അതർ. So the easiest and the better way to have a competitive advantage over the competitor is to have or is to manage the operations in a company in a well and wise manner. ആ ഒരു കമ്പനിയിലെ ഓപ്പറേഷൻസ് പ്രോപ്പറായിട്ട് മാനേജ് ചെയ്യുക എന്നുള്ളതാണ് ഒരു കമ്പനിയെ സംബന്ധിച്ചിടത്തോളം മറ്റൊരു കമ്പനിയുടെ മുകളിൽ കോമ്പറ്റേറ്റീവ് അഡ്വാൻറ്റേജ് ഉണ്ടാക്കാനുള്ള എളുപ്പവഴി. ഈ ഓപ്പറേഷൻസ് നല്ല രീതിയിൽ മാനേജ് ചെയ്താൽ എന്ത് സംഭവിക്കും? വളരെ കോസ്റ്റ് ഇഫക്റ്റീവ് മാനറിൽ മിനിമം എഫേർട്ടിൽ ഒരു കമ്പനിയുടെ ഗോൾസ് നമുക്ക് അച്ചീവ് ചെയ്യാൻ സാധിക്കും. കോസ്റ്റ് ഇഫക്റ്റീവ് മാനറിൽ മിനിമം എഫേർട്ടിൽ ക്വാളിറ്റി ഗുഡ്സ് ആൻഡ് സർവീസസ് നമുക്ക് മാർക്കറ്റിലേക്ക് എത്താൻ സാധിക്കും. അതുവഴിയായി നമുക്ക് പ്രോഫിറ്റിലേക്ക് എത്താനും സാധിക്കും. സോ ദ എഫിഷ്യൻറ്റ് ആൻഡ് ഇഫക്റ്റീവ് ട്രാൻസ്ഫോർമേഷൻ ഓഫ് ദി ഇൻപുട്സ് ഇൻ ടു ഡിസൈർഡ് ഔട്ട്പുട്ട്സ്, അതാണ് ഓപ്പറേഷൻസ് മാനേജ്മെൻറ്റിൻ്റെ ഒരു പ്രത്യേകത. ആൻഡ് ആദ്യത്തെ പ്രീവിയസ്ലി ഈ ഓപ്പറേഷൻസ് മാനേജ്മെൻറ്റിൻ്റെ ആദ്യത്തെ ഒരു പേരെന്ന് പറയുന്നത് പ്രൊഡക്ഷൻ ആൻഡ് ഓപ്പറേഷൻസ് മാനേജ്മെൻറ്റ് എന്നായിരുന്നു. പിന്നീടാണ് അതിൻ്റെ പേര് ഓപ്പറേഷൻസ് മാനേജ്മെൻറ്റ് എന്നായിട്ട് ചുരുങ്ങിയത്. സോ പ്രീവിയസ്ലി ദിസ് ഓപ്പറേഷൻസ് മാനേജ്മെൻറ്റ് ഫോക്കസ്ഡ് ഇൻ മാനുഫാക്ചറിങ് ആൻഡ് ഇൻ പ്രോഫിറ്റ് ഓർഗനൈസേഷൻ. അപ്പം തുടക്ക സമയത്ത് ഈ ഒരു കൺസെപ്റ്റിൻ്റെ ഇൻട്രൊഡക്ഷൻ പീരീഡിൽ ആക്ച്വലി അതിൻ്റെ പേര് പ്രൊഡക്ഷൻ ആൻഡ് ഓപ്പറേഷൻസ് മാനേജ്മെൻറ്റ് എന്നായിരുന്നു. ആൻഡ് ഇറ്റ് ഫോക്കസ്ഡ് ഓൺ മാനുഫാക്ചറിങ് ആൻഡ് പ്രോഫിറ്റ് ഓർഗനൈസേഷൻസ് ഓൺലി. And later this production and operations management changed its name into operations management.
അപ്പോൾ അവരുടെ ഒരു സ്കോപ്പ് എന്ന് പറയുന്നത് മാനുഫാക്ചറിങ് ആൻഡ് പ്രോഫിറ്റ് ഓർഗനൈസേഷൻസ് മാത്രമല്ല, അതിൽ നിന്ന് ഒന്നും കൂടി വൈഡൻ ചെയ്ത് ഇറ്റ് ഓൾസോ വൈഡൻ ദി സ്കോപ്പ് ഇൻ ടു സർവീസ് ആൻഡ് നോൺ പ്രോഫിറ്റ് ഓർഗനൈസേഷൻസ് ഓൾസോ. അപ്പോൾ ആ പേരിന് വന്നൊരു ചേഞ്ച് ഒന്ന് ഓർത്ത് വെക്കുക. ഓപ്പറേഷൻസ് മാനേജ്മെൻറ്റിൻ്റെ ഏർലിയർ നെയിം പ്രൊഡക്ഷൻ ആൻഡ് ഓപ്പറേഷൻസ് മാനേജ്മെൻറ്റ് എന്നായിരുന്നു. നമ്മൾ ഓപ്പറേഷൻസ് മാനേജ്മെൻറ്റിൻ്റെ മീനിങ് ഒന്നും കൂടി ക്ലിയർ ആയിട്ട് നോക്കുകയാണെങ്കിൽ നമുക്ക് സാധിക്കും. ഓപ്പറേഷൻസ് മാനേജ്മെൻറ്റ് ഈസ് ദ ബിസിനസ് ഫംഗ്ഷൻ ദാറ്റ് പ്ലാൻസ്, ഓർഗനൈസസ്, കോർഡിനേറ്റ്സ് ആൻഡ് കൺട്രോൾ ദ റിസോഴ്സസ് നീഡഡ് ടു പ്രൊഡ്യൂസ് ദ കമ്പനീസ് ഗുഡ്സ് ആൻഡ് സർവീസ്. വളരെ ക്വാളിറ്റി ഉള്ള ഗുഡ്സ് ആൻഡ് സർവീസസ് ഇഫക്റ്റീവായിട്ട്, കോസ്റ്റ് ഇഫക്റ്റീവായിട്ട്, എഫിഷ്യൻ്റായിട്ട്, അല്ലെങ്കിൽ ഇത്തരം കാര്യം നിങ്ങൾ ശ്രദ്ധിക്കുക. ഒരു കമ്പനിയുടെ ഗുഡ്സ് ആൻഡ് സർവീസസ് നല്ല ക്വാളിറ്റിയിൽ, മിനിമം കോസ്റ്റിൽ, മിനിമം എഫേർട്ടിൽ പ്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് റിസോഴ്സസിനെ പ്ലാൻ ചെയ്യുകയും ഓർഗനൈസ് ചെയ്യുകയും കോർഡിനേറ്റ് ചെയ്യുകയും കൺട്രോൾ ചെയ്യുകയും ചെയ്യുന്ന ഒരു മേജർ ബിസിനസ് ഫങ്ഷനാണ് ഓപ്പറേഷൻസ് മാനേജ്മെൻറ്റ്. ഒരു കമ്പനിക്ക് ക്വാളിറ്റി ഗുഡ്സ് ആൻഡ് സർവീസസ് പ്രൊഡ്യൂസ് ചെയ്യാൻ, അതും വെറുതെ പ്രൊഡ്യൂസ് ചെയ്താൽ പോരാ, മിനിമം കോസ്റ്റിലും മിനിമം എഫേർട്ടിലും പ്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് ആ ഒരു പ്രൊഡക്ഷൻ ആവശ്യമായിട്ടുള്ള റിസോഴ്സസ്, ഇൻപുട്ടുകളെ പ്രോപ്പറായിട്ട് പ്ലാൻ ചെയ്യുക. ആ പ്ലാൻ ചെയ്തതനുസരിച്ച് ആ ഒരു റിസോഴ്സസ് കമ്പനിയിലേക്ക് എത്തിക്കുക, ഓർഗനൈസ് ചെയ്ത് എത്തിച്ചു കഴിഞ്ഞ ശേഷം ആ കമ്പനിയുടെ അകത്ത് തന്നെ അതിനെ കൃത്യമായിട്ട് ഡിപ്പാർട്ട്മെൻറ്റ് വൈസായിട്ട് കോർഡിനേറ്റ് ഒക്കെ ചെയ്ത് കൃത്യം സ്ഥലങ്ങളിലേക്ക് എത്തിക്കുക, കൺട്രോൾ ചെയ്യുക. ഇതുവഴിയായിട്ട് പ്രോപ്പർ ക്വാളിറ്റിയിലുള്ള ഗുഡ്സ് ആൻഡ് സർവീസസ് മാർക്കറ്റിലേക്ക് മിനിമം കോസ്റ്റിലും പ്രൈസിലും എത്തിക്കുക. ഇതാണ് ഓപ്പറേഷൻസ് മാനേജ്മെൻറ്റിൻ്റെ പ്രധാനപ്പെട്ട ഫംഗ്ഷൻ. സോ ഇറ്റ് ഇൻവോൾവ്സ് മാനേജിങ് ദ പീപ്പിൾ, എക്യുപ്മെൻറ്റ്, ടെക്നോളജി, ഇൻഫോർമേഷൻ ആൻഡ് മെനി അതർ റിസോഴ്സസ്. ഈ റിസോഴ്സസ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് റോ മെറ്റീരിയൽ മാത്രമല്ല, ആ കമ്പനിയിൽ വർക്ക് ചെയ്യുന്ന ആൾക്കാരെ കോർഡിനേറ്റ് ചെയ്യുക, കൺട്രോൾ ചെയ്യുക, മാനേജിങ് പീപ്പിൾ ആൻഡ് എക്യുപ്മെൻറ്റ്സ്. പല ടൈപ്പ് ഓഫ് മെഷീനറീസും എക്യുപ്മെൻറ്റ്സും ഉണ്ടാവും. അത്തരത്തിലുള്ള മെഷീനറീസും എക്യുപ്മെൻറ്റ്സും ഒക്കെ അതിൻ്റെ പ്രവർത്തനങ്ങൾ കോർഡിനേറ്റ് ചെയ്യുക, കൺട്രോൾ ചെയ്യുക. അതേപോലെ തന്നെ ടെക്നോളജി, ഇൻഫോർമേഷൻ, ഇതെല്ലാം നമ്മൾ പ്ലാൻ ചെയ്യുക, ഓർഗനൈസ് ചെയ്യുക, കോർഡിനേറ്റ് ചെയ്യുക. ഇങ്ങനെയുള്ള ഒരു ഹ്യൂജ് സ്കോപ്പാണ് ഓപ്പറേഷൻസ് മാനേജ്മെൻറ്റിനുള്ളത്. സോ ഓപ്പറേഷൻസ് മാനേജ്മെൻറ്റ് ഈസ് ദ സെൻട്രൽ കോർ ഫംഗ്ഷൻ ഓഫ് എവറി കമ്പനി ബിക്കോസ് ഇറ്റ് പ്രൊവൈഡ്സ് ദ ഫിസിക്കൽ ഗുഡ്സ് ഓർ സർവീസസ് വിത്തൗട്ട് വിച്ച് നോ ബിസിനസ് ഓർ സെയിൽസ് ഈസ് പോസിബിൾ. ഒരു കമ്പനിക്ക് ബിസിനസ്സോ സെയിൽസോ സാധ്യമാകണമെങ്കിൽ ഗുഡ്സ് ആൻഡ് സർവീസ് വേണം, റൈറ്റ്? ഈ ഫിസിക്കലായിട്ടുള്ള ഗുഡ്സ് അല്ലെങ്കിൽ സർവീസ് വേണം. ബിക്കോസ് അതാണ് അവരുടെ ഒരു കമ്പനിയെ സംബന്ധിച്ചിടത്തോളം അവരുടെ ബിസിനസ് എന്ന് പറയുന്നത്. അപ്പോൾ ഇത്തരത്തിലുള്ള ഈ ഗുഡ്സും സർവീസും ഉണ്ടാവാൻ വേണ്ടിയിട്ട് പ്രധാന പങ്ക് വഹിക്കുന്ന മാനേജ്മെൻറ്റാണ് ഓപ്പറേഷൻസ് മാനേജ്മെൻറ്റ്. ഇറ്റ് ഈസ് എ സെൻട്രൽ കോർ ഫംഗ്ഷൻ ഓഫ് എവറി കമ്പനി ബിക്കോസ് ഇറ്റ് പ്രൊവൈഡ്സ് ദ ഗുഡ്സ് ആൻഡ് സർവീസ്. ഈ ഓപ്പറേഷൻസ് മാനേജ്മെൻറ്റ്, ഓപ്പറേഷൻസിലൂടെയാണ് ഗുഡ്സും സർവീസും പ്രൊഡ്യൂസ് ചെയ്യപ്പെടുന്നത്. അതുണ്ടെങ്കിൽ മാത്രമേ ബിസിനസ്സും സെയിൽസും സാധ്യമാവുകയുള്ളൂ. അപ്പോൾ നമ്മൾ പ്രൊഡക്ഷനും ട്രാൻസ്ഫോർമേഷനും എന്താണ് വ്യത്യാസം എന്ന് കാണാൻ പോവുകയാണ്. ഓപ്പറേഷൻസ് ഈസ് ടോട്ടലി ബേസ്ഡ് ഓൺ ദിസ് ട്രാൻസ്ഫോർമേഷൻ ഓഫ് ഇൻപുട്ട് ഇൻ ടു ഔട്ട്പുട്ട്. ഇൻപുട്ടും ഔട്ട്പുട്ടും ട്രാൻസ്ഫോംഡ് ആവുകയാണ്. പ്രൊഡക്ഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കറിയാം, ഇൻപുട്ട് ഈസ് കൺവേർട്ടഡ് ഇൻ ടു ഔട്ട്പുട്ട്. ഇൻപുട്ടുകൾ ഔട്ട്പുട്ടുകളായി മാറുന്നു, റോ മെറ്റീരിയൽസ് ഫിനിഷ്ഡ് ഗുഡ്സ് ആയിട്ട് മാറുന്നു, പ്രൊഡക്ഷൻ. ട്രാൻസ്ഫോർമേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? സിഗ്നിഫിക്കൻറ്റ് വാല്യൂ അഡീഷൻ ടു ഇൻപുട്സ് ത്രൂ പ്രോസസ് ടു പ്രൊവൈഡ് യൂട്ടിലിറ്റി ടു കസ്റ്റമർ. അപ്പോൾ വെറുതെ ഒരു ഇൻപുട്ടിനെ ഔട്ട്പുട്ടാക്കി മാറ്റുകയല്ല. ട്രാൻസ്ഫോർമേഷൻ എന്ന് പറഞ്ഞാൽ കുറച്ചും കൂടി അതിൻ്റെ സ്കോപ്പ് കൂടി. ദർ ഈസ് എ മാജിക് ഹാപ്പനിങ് ഡ്യൂറിങ് ദിസ് കൺവേർഷൻ പ്രോസസ്സ്. ഇൻപുട്ടും ഔട്ട്പുട്ടായിട്ട് മാറുന്ന സമയത്ത് എന്തോ ഒരു മാജിക്ക് സംഭവിക്കുന്നു. എന്താണ് ആ മാജിക്ക്? ആ മാജിക്ക് ഇത്രേ തന്നെയുള്ളൂ. സിഗ്നിഫിക്കൻറ്റ് വാല്യൂ അഡീഷൻ ടു ദി ഇൻപുട്ട്സ് there is some value addition is happening into the inputs, and through this value additioning activity and a process change, ഒരു കംപ്ലീറ്റ് പ്രോഡക്റ്റ് ഒരു ഔട്ട്പുട്ടായിട്ട് ഈ ഇൻപുട്ടുകളെ ട്രാൻസ്ഫോർമേഷൻ സംഭവിക്കുന്നു. ആൻഡ് ദിസ് ഔട്ട്പുട്ട് ഈസ് ഡെഫിനറ്റ്ലി ഹാവിങ് എ ഹയർ യൂട്ടിലിറ്റി ടു ദ കസ്റ്റമർ. വെറുതെ ഒരു ഇൻപുട്ട് എന്തെങ്കിലുമൊക്കെ ചെയ്ത് ഒരു ഔട്ട്പുട്ടാക്കി മാറ്റുക എന്നുള്ളതല്ല, അത് വെറും പ്രൊഡക്ഷൻ എന്ന് പറയാം. ട്രാൻസ്ഫോർമേഷൻ എന്ന് പറഞ്ഞാൽ അവിടെ ക്വാളിറ്റി ഉറപ്പ് വരുത്തുന്നുണ്ട്. വെറുതെ ഒരു ഇൻപുട്ടിനെ ഔട്ട്പുട്ടൊക്കെ അല്ല, ആ ഇൻപുട്ടിന് സിഗ്നിഫിക്കൻ്റ് ആയിട്ടുള്ള വാല്യൂ അഡീഷൻസ് നടത്തി ഒരു പ്രോപ്പർ ക്വാളിറ്റി ഔട്ട്പുട്ടിന് രൂപം കൊടുക്കുക. ആൻഡ് ദാറ്റ് ഔട്ട്പുട്ട് ഡെഫിനറ്റ്ലി ഷുഡ് ഹാവ് എ കംപ്ലീറ്റ് യൂട്ടിലിറ്റി ടു ദ കസ്റ്റമേഴ്സ്. അതാണ് ട്രാൻസ്ഫോർമേഷൻ. വെറുതെ ഒരു ഇൻപുട്ട് ഔട്ട്പുട്ടാക്കി മാറ്റി ഒരു പ്രൊഡക്ഷൻ നടത്തുക എന്നുള്ളതിനേക്കാൾ ഉപരിയായിട്ട്
ട്രാൻസ്ഫോർമേഷൻ നടത്തുക, വെറുതെ പ്രൊഡക്ഷൻ അല്ല, ട്രാൻസ്ഫോർമേഷൻ നടത്തുക. ട്രാൻസ്ഫോർമേഷൻ എന്നുള്ളതിനെ കൊണ്ട് പ്രധാനമായിട്ട് ഈ വാല്യൂ അഡീഷൻ, യൂട്ടിലിറ്റി, ഈ രണ്ട് വാക്കുകൾ ഓർത്ത് വെക്കുക. ഇൻപുട്ടുകൾക്ക് വാല്യൂ അഡീഷൻ നൽകിക്കൊണ്ട് പ്രോസസ്സ് ചെയ്യുക. അങ്ങനെ പ്രോസസ്സ് ചെയ്ത് ഔട്ട്പുട്ടുകളാക്കുക. ആ ഔട്ട്പുട്ട് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി വിൽ ഹാവ് ഹയർ യൂട്ടിലിറ്റി ടു ദ കസ്റ്റമർ. യൂട്ടിലിറ്റി എന്നുകൊണ്ട് എന്താ ഉദ്ദേശിക്കുന്നത്? ദ പവർ ഓഫ് എ പ്രോഡക്റ്റ് ടു സാറ്റിസ്ഫൈ ദ ഹ്യൂമൻ നീഡ്സ് അല്ലെങ്കിൽ കൺസ്യൂമർ നീഡ്സ്. അപ്പോൾ കൂടുതൽ ആൾക്കാരുടെ സാറ്റിസ്ഫൈ ചെയ്യാൻ രീതിയിലുള്ള ഒരു പ്രോഡക്റ്റ് ഉണ്ടാക്കുക എന്നുള്ളത്, വെറുതെ ഒരു പ്രോഡക്റ്റ് ഉണ്ടാക്കുക എന്നുള്ളതല്ല. സോ ഓപ്പറേഷൻസ് ഈസ് ദ, അപ്പോൾ അതാണ് ഓപ്പറേഷൻസ്. ഈ ഓപ്പറേഷൻസ് എന്ന് പറഞ്ഞാൽ ട്രാൻസ്ഫോർമേഷൻ ഓഫ് ഇൻപുട്ട് ഇൻ ടു ഔട്ട്പുട്ടാണ്. ട്രാൻസ്ഫോർമേഷൻ എന്ന് പറഞ്ഞാൽ വാല്യൂ അഡീഷൻ ഉണ്ട്, അതേപോലെ യൂട്ടിലിറ്റി ഉണ്ട്. അപ്പോൾ അതാണ് ഓപ്പറേഷൻസ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓപ്പറേഷൻസ് ഈസ് ദ ഹോൾ സെറ്റ് ഓഫ് ആക്ടിവിറ്റീസ് associated with the production of goods and services. It is responsible for the creation of goods and services. അപ്പോൾ ഒരു കമ്പനിയെ സംബന്ധിച്ചിടത്തോളം ബിസിനസ് നടക്കണമെങ്കിൽ ഗുഡ്സും സർവീസും വേണം. ആ ഗുഡ്സും സർവീസും ക്രിയേറ്റ് ചെയ്യപ്പെടാൻ റെസ്പോൺസിബിൾ ആയിട്ടുള്ള ഒരു ബിസിനസ് ഫംഗ്ഷനാണ് ഈ ഓപ്പറേഷൻസ് എന്ന് പറയുന്നത്. അപ്പോൾ ഒരു ബിസിനസ് വേണോ, ബിസിനസ് നടക്കണോ, സെയിൽ നടക്കണോ, ഗുഡ്സ് ആൻഡ് സർവീസ് വേണം. ഗുഡ്സ് ആൻഡ് സർവീസ് വേണോ, ആ കമ്പനിയിൽ ഓപ്പറേഷൻസ് ആക്ടിവിറ്റീസ് നടക്കണം, ഓപ്പറേഷൻസ് ഉണ്ടാവണം. ആ ഓപ്പറേഷൻസ് വന്നാൽ ട്രാൻസ്ഫോർമേഷൻ ഓഫ് ഇൻപുട്ട് ഇൻ ടു ഔട്ട്പുട്ട് അവിടെ നടക്കണം. അപ്പോൾ അതാണ് ഓപ്പറേഷൻസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അത് ജസ്റ്റ് ഒരു ഇൻപുട്ടിനെ ഔട്ട്പുട്ടാക്കി ട്രാൻസ്ഫോം ചെയ്യുക എന്നുള്ളത് മാത്രമല്ല, ഇറ്റ് ഇൻക്ലൂഡ്സ് ഹോൾ സെറ്റ് ഓഫ് ആക്ടിവിറ്റീസ് അസോസിയേറ്റഡ് വിത്ത് പ്രൊഡക്ഷൻ ഓഫ് ഗുഡ്സ് ആൻഡ് സർവീസസ് എല്ലാം. അപ്പോൾ ഒരു റിസോഴ്സസ് പ്ലാൻ ചെയ്യുക, അത് ഓർഗനൈസ് ചെയ്യുക, അത് കമ്പനിയിൽ വന്നു കേട്ടിട്ടുണ്ടെങ്കിൽ അതിനെ ഡിപ്പാർട്ട്മെൻറ്റ് ടു ഡിപ്പാർട്ട്മെൻറ്റ് കോർഡിനേറ്റ് ചെയ്യുക, കൺട്രോൾ ചെയ്യുക, ആ പ്രോസസ്സ് പ്രോപ്പർ രീതിയിൽ ട്രാൻസ്ഫോർമേഷൻ നടത്തി ഫിനിഷ്ഡ് ഗുഡ്സ് ആക്കി മാർക്കറ്റിലേക്ക് എത്തിക്കുന്നത് വരെയുള്ള കാര്യങ്ങൾ ഓപ്പറേഷൻസിൽ അടങ്ങിയിരിക്കുന്നു. സോ എവറിത്തിങ് ദാറ്റ് വി സീ അറൗണ്ട് അസ് ആൻഡ് വാട്ട് വി കൺസ്യൂം ഈസ് ഫോംഡ് ത്രൂ ഓപ്പറേഷൻസ്. അപ്പോൾ ഈ ഓപ്പറേഷൻസ് എന്നുള്ള ഒരു ടേം നിങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കുക. ഒരു പ്രൊഡക്റ്റ് ഫൈനലായിട്ട് ഒരു ഹൈ യൂട്ടിലിറ്റി പ്രൊഡക്റ്റ് ഉണ്ടാവണമെങ്കിൽ ആ ഉണ്ടാവാൻ വേണ്ട റിസോഴ്സസിനെ പ്ലാൻ ചെയ്ത് ഓർഗനൈസ് ചെയ്ത് കോർഡിനേറ്റ് ചെയ്ത് കൺട്രോൾ ചെയ്ത് ആ റിസോഴ്സസ് അല്ലെങ്കിൽ ഇൻപുട്ടുകൾക്ക് വാല്യൂ അഡീഷൻ നൽകി അതിനെ പ്രോപ്പറായ രീതിയിൽ കോസ്റ്റ് ഇഫക്റ്റീവായിട്ടുള്ള രീതിയിൽ പ്രോസസ്സ് ചെയ്ത് ഈ ക്വാളിറ്റി ഗുഡ്സ് ആൻഡ് സർവീസസ് ആക്കി മാറ്റുന്ന ഒരു രീതിയാണ് ഓപ്പറേഷൻസ് എന്ന് പറയുന്നത്. അപ്പോൾ ഒരു കമ്പനിയുടെ കോർ ആക്ടിവിറ്റി തന്നെയാണ് ഓപ്പറേഷൻസ് എന്നുള്ളത് മനസ്സിലാക്കുക. എന്താണ് ഒരു ഓപ്പറേറ്റിംഗ് സിസ്റ്റം? ഈ ഓപ്പറേഷൻസ് നടക്കുന്ന ഈ ഒരു പർട്ടിക്കുലർ ഒരു എന്താ പറയുന്നത് സിസ്റ്റമാണ് ഈ ഓപ്പറേറ്റിംഗ് സിസ്റ്റം എന്ന് പറയുന്നത്. അല്ലെങ്കിൽ ഇറ്റ് ഈസ് എ സെവറൽ ആക്ടിവിറ്റീസ് ആർ പെർഫോം ടു ട്രാൻസ്ഫോം എ സെറ്റ് ഓഫ് ഇൻപുട്ട് ഇൻ ടു യൂസ്ഫുൾ ഔട്ട്പുട്ട് യൂസിങ് എ ട്രാൻസ്ഫോർമേഷൻ പ്രോസസ്സ്. സോ ഈ ട്രാൻസ്ഫോർമേഷൻ പ്രോസസ്സ് നടക്കുന്ന ഒരു എൻറ്റയർ സിസ്റ്റത്തിലാണ് ഇത് നടക്കുന്നത്. ഒരു കമ്പനിയിൽ നമ്മൾ ഈ ഇൻപുട്ടുകളെ ഔട്ട്പുട്ടാക്കി മാറ്റുകയാണ് ചെയ്യുന്നത്, അല്ലേ? ഇൻപുട്ടുകളെ ട്രാൻസ്ഫോം ചെയ്ത് ഔട്ട്പുട്ടാക്കുക, ഇൻപുട്ടുകൾക്ക് വാല്യൂ അഡീഷൻ കൊടുത്ത് യൂട്ടിലിറ്റി കൂടിയ ഔട്ട്പുട്ടുകളാക്കി മാറ്റുകയാണ്. സോ ദ ഹോൾ തിങ് ഈസ് ഹാപ്പനിങ് ഇൻ എ പർട്ടിക്കുലർ സിസ്റ്റം ആൻഡ് ദാറ്റ് സിസ്റ്റം ഈസ് നോൺ ആസ് ഓപ്പറേറ്റിംഗ് സിസ്റ്റം. ആൻഡ് ഓപ്പറേറ്റിംഗ് മാനേജ്മെൻറ്റ്, എന്താണ് ഓപ്പറേറ്റിംഗ് മാനേജ്മെൻറ്റ്? Operations management is the process by which the resources flowing within a defined system are combined and transformed by a controlled manner to add value to it as per the management policies. അപ്പം ഓപ്പറേഷൻസ് മാനേജ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ അത്രയേ ഉള്ളൂ. ദ റിസോഴ്സസ് ഫ്ലോയിങ് വിത്തിൻ എ ഡിഫൈൻഡ് സിസ്റ്റം. നമ്മളൊരു ഒരു പ്രൊഡക്ഷൻ ആവശ്യമായിട്ടുള്ള റിസോഴ്സസ് ഇൻപുട്ട് നമ്മൾ പ്രൊക്യൂർ ചെയ്തെടുത്ത് and that is flowing within a defined system. നമ്മുടെ കമ്പനിയിൽ that resources or inputs is flowing in a defined system and they are combined together. ഈ റിസോഴ്സസ് എല്ലാം കമ്പൈൻ ചെയ്ത് അതിനെ ട്രാൻസ്ഫോം ചെയ്ത് അതിനെ വാല്യൂ അഡീഷൻ കൊടുത്ത് അതിനെ കൺട്രോൾഡ് രീതിയിൽ അതിനൊരു വാല്യൂ അഡീഷൻ നടത്തി മാനേജ്മെൻറ്റ് പോളിസിയിൽ പറയുന്ന രീതിയിലുള്ള വാല്യൂ അഡീഷൻ നടത്തി ഒരു ഹയർ യൂട്ടിലിറ്റി പ്രൊഡക്റ്റാക്കി മാറ്റാൻ വേണ്ടിയിട്ട് ഈ മൊത്തമുള്ള ഓപ്പറേഷൻസിനെ മാനേജ് ചെയ്യുന്ന ഒരു ഫംഗ്ഷനാണ് ഈ ഓപ്പറേറ്റിംഗ് അല്ലെങ്കിൽ ഓപ്പറേഷൻസ് മാനേജ്മെൻറ്റ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, ഒരു ഡെഫിനിഷനും കൂടി നമുക്ക് നോക്കാം. എസ് ബുഫാർ, അക്കോർഡിംഗ് ടു ഹിം, ഓപ്പറേഷൻസ് മാനേജ്മെൻറ്റ് ഡീൽസ് വിത്ത് ഡിസിഷൻ മേക്കിംഗ്. എന്തിൻ്റെ ഡിസിഷൻ മേക്കിംഗ് ആണ്? റിലേറ്റഡ് production process so that the resulting goods and services are produced according to specifications in the amount and by the scheduled, demanded and at minimum cost. അപ്പോൾ ഈ അദ്ദേഹത്തിൻ്റെ ഡെഫിനിഷൻ വഴിയായിട്ട് ഓപ്പറേഷൻസ് മാനേജ്മെൻറ്റ് എന്ന് പറയുന്ന ഒരു ഡിസിഷൻ മേക്കിംഗ് ആണ്. ഡിസിഷൻ മേക്കിംഗ് റിലേറ്റഡ് ടു ദി പ്രൊഡക്ഷൻ പ്രോസസ്സ്. ഒരു ഓപ്പറേഷൻസ് മാനേജ്മെൻറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പ്രൊഡക്ഷനുമായി ബന്ധപ്പെട്ട ഒരു ഡിസിഷൻ മേക്കിംഗ് ആണ്.
എന്താണ് ആ ഡിസിഷൻ മേക്കിങ്ങിൽ വരുന്നത്? നമ്മൾ പറഞ്ഞ സ്പെസിഫിക്കേഷനിൽ, പറഞ്ഞ ക്വാണ്ടിറ്റിയിൽ, പറഞ്ഞ സ്കെഡ്യൂൾ അനുസരിച്ച്, അല്ലെങ്കിൽ നമ്മളുടെ മാർക്കറ്റിലെ ഡിമാൻഡിനനുസരിച്ച് നമ്മൾ പറഞ്ഞ വിലയിൽ അല്ലെങ്കിൽ പറഞ്ഞ ക്വാണ്ടിറ്റിയിൽ പറഞ്ഞ സ്പെസിഫിക്കേഷൻസിലൊക്കെ മിനിമം കോസ്റ്റിൽ ഈ ഔട്ട്പുട്ടുകൾ പ്രൊഡ്യൂസ് ചെയ്യപ്പെടുന്നുണ്ടോ എന്നൊക്കെയുള്ളത് തീരുമാനിക്കുന്നതുമായി ബന്ധപ്പെട്ട സംഗതികളാണ് ഓപ്പറേഷൻസ് മാനേജ്മെൻറ്റ് ഡീൽ ചെയ്യുന്നത്. AW ഫീൽഡിൻ്റെ ഒരു ഡെഫിനേഷൻ കൂടി നോക്കുക. ഇറ്റ് ഈസ് ദ പ്രോസസ് ഓഫ് പ്ലാനിങ് ആൻഡ് റെഗുലേറ്റിംഗ് ദി ഓപ്പറേഷൻസ് ഓഫ് ദാറ്റ് പാർട്ട് ഓഫ് ആൻ എൻ്റർപ്രൈസ് which is responsible for the actual transformation of materials into finished products. അപ്പോൾ ഒരു കമ്പനിയിലെ എല്ലാ കാര്യങ്ങളും പ്ലാനും റെഗുലേറ്റ് ചെയ്യുക എന്നുള്ളതല്ല ഓപ്പറേഷൻസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇറ്റ് ഈസ് എ പ്രോസസ് ഓഫ് പ്ലാനിങ് ആൻഡ് റെഗുലേറ്റിംഗ് ദി ഓപ്പറേഷൻസ് ഓഫ് ദാറ്റ് പാർട്ട് ഓഫ് ആൻ എൻ്റർപ്രൈസ് വിച്ച് ഈസ് റെസ്പോൺസിബിൾ ഫോർ. അപ്പോൾ ഒരു എൻ്റർപ്രൈസിലെ എല്ലാ കാര്യങ്ങളും പ്ലാൻ ചെയ്യുക, റെഗുലേറ്റ് ചെയ്യുക എന്നുള്ളതല്ല. എന്താണ് ഓപ്പറേഷൻസ് എന്ന് പറയുന്നത്? ഇറ്റ് ഈസ് പ്ലാനിങ് ആൻഡ് റെഗുലേറ്റിംഗ് ദി ഓപ്പറേഷൻസ് of that part of an enterprise which is responsible for the actual transformation of materials into finished product. അപ്പോൾ ഈ റോ മെറ്റീരിയൽസ് ഇൻപുട്ടുകളെ ഔട്ട്പുട്ടുകളാക്കി മാറ്റുന്ന അല്ലെങ്കിൽ ട്രാൻസ്ഫോം ചെയ്യുന്ന ആ ഒരു പാർട്ട് ഓഫ് എൻ എൻ്റർപ്രൈസ്, അതിനെ കൃത്യമായിട്ട് പ്ലാൻ ചെയ്യുകയും റെഗുലേറ്റ് ചെയ്യുകയും ചെയ്യുന്ന ആക്ടിവിറ്റീസാണ് ഓപ്പറേഷൻസ് മാനേജ്മെൻറ്റ് എന്നാണ് AW ഫീൽഡ് വരുന്നത്. സോ ഇറ്റ് ഈസ് ടോട്ടലി ബേസ്ഡ് ഓൺ ദിസ് ട്രാൻസ്ഫോർമേഷൻ പ്രോസസ്സ്. മെറ്റീരിയൽസ് ഔട്ട്പുട്ടുകളായിട്ട്, പ്രോഡക്റ്റ്സ് ആയിട്ട് ട്രാൻസ്ഫോം ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട എല്ലാ ആക്ടിവിറ്റീസിനെയും പ്ലാൻ ചെയ്യുകയും റെഗുലേറ്റ് ചെയ്യുകയും ചെയ്യുന്ന ഓപ്പറേഷനാണ് ഈ ഓപ്പറേഷൻ മാനേജ്മെൻറ്റ് എന്നുകൊണ്ട് മനസ്സിലാക്കേണ്ടത്. സോ ദാറ്റ്സ് ഓൾ ഫോർ ടുഡേ. ഓപ്പറേഷൻസ് എന്താണെന്നുള്ളത് നമ്മളിന്ന് ഡിസ്കസ് ചെയ്ത് പ്രധാനമായിട്ടും ഈ ചേഞ്ചിങ് ഒരു ബിസിനസ് സിനാരിയോ ആണ്. അവിടെ ഓപ്പറേഷൻസിന് എന്താണ് ഇമ്പോർട്ടൻസ്, ഓപ്പറേഷൻസ് മാനേജ്മെൻറ്റിന് എന്താണ് ഇമ്പോർട്ടൻസ് എന്നുള്ളത്, ഒരു കോമ്പറ്റീറ്റീവ് എഡ്ജ് എങ്ങനെയാണ് ഓപ്പറേഷൻസ് മാനേജ്മെൻറ്റ് സഹായിക്കുന്നത്, എന്താണ് പ്രൊഡക്ഷൻ, എന്താണ് ട്രാൻസ്ഫോർമേഷനും ഓപ്പറേഷൻസും എന്താണ് എന്നൊക്കെയുള്ളതാണ് നമ്മൾ ഡിസ്കസ് ചെയ്തത്. അതേപോലെ പ്രീവിയസ് നെയിം ഓഫ് ഓപ്പറേഷൻസ് മാനേജ്മെൻറ്റ് ഈസ് പ്രൊഡക്ഷൻ ആൻഡ് ഓപ്പറേഷൻസ് മാനേജ്മെൻറ്റ്. ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് നമ്മളൊന്ന് ഡിസ്കസ് ചെയ്തത്. അപ്പോൾ അതൊക്കെ ഒന്ന് പ്രധാനമായിട്ടും ഓർത്തു വെക്കുക. ആൻഡ് ഇൻ ദ നെക്സ്റ്റ് ക്ലാസ് we will discuss much about this operations management. Thank you.